ആദ്യം മൈദ, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് വെച്ച് 1 മണിക്കൂറായിട്ടോ. ആയിട്ടുണ്ട്, അതായത് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്കിങ്ങനെ വെച്ച് പരത്തിയെടുക്കാം. ഓക്കെ, ആണോ 5 ബോളാക്കി പോയി. നന്നായിട്ട് അയഞ്ഞിട്ടുണ്ട്. ചപ്പാത്തിക്കുള്ള പരുവത്തിന് അയച്ചു വെച്ചേട്ടാ, 1 മണിക്കൂറാണ്. അപ്പോൾ ഇങ്ങനെ 5 പറ്റുന്ന അത്രയും ബോളാക്കി എടുക്കാം. ഒരു ഇത്രയുള്ള പോലെ. ഇന്നാണെങ്കിൽ നമ്മൾ ബോളി ഉണ്ടാക്കാൻ പോകും. നമ്മുടെ ചായക്കട ബോളിയാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ബോളി എന്ന് പറയും. മറ്റു നാടുകളിൽ എന്താണ് പറയാൻ, അപ്പോൾ ഞാൻ സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഐനാസ് എന്ന് മറ്റോ പറയുന്നത് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എനിക്കറിയത്തില്ല ഇതിനെന്തോ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ബോളി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സാധനം കിട്ടും. അപ്പം ഞാൻ കുറച്ച് മൈദ, അതുപോലെ വെള്ളവും ഉപ്പും കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത്രയും കൊണ്ട് കുഴച്ച് നന്നായിട്ട് ഏകദേശം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളെടുത്ത് കുറേ ബോളുകളൊക്കെ 5 ബോളുകളാക്കി എടുത്തിട്ട് അത് നന്നായിട്ട് നല്ല രീതിയിൽ പരമാവധി എത്രത്തോളം പരത്താൻ പറ്റും അത്രത്തോളം നമ്മൾ പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തിട്ട് നമ്മൾ ഓരോന്നും കുറച്ച് പൊടിയും എണ്ണയും തേച്ച് ലെയറുകൾ ഓരോന്നോരോന്ന് ഇട്ടിട്ട് നമ്മളത് ചുരുട്ടി മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ, പലരും നമ്മുടെ വീഡിയോ ഇത്രയൊന്നും ഒന്നും കാണാറില്ല, ഇതുവരെ ക്ഷമയോടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മൾ നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് കുറേ ലെയറുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടത് പരത്തി കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്ക് പൊരിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് ആ ലെയറുകളൊന്ന് വിടർത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടത് വിടർന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ എണ്ണ കയറി നന്നായിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ, നല്ല ടേസ്റ്റാണ് തിന്നാൻ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് നൂൽ പരുവത്തിലാക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇത് ഓരോന്നോരോന്നിട്ട് കൊടുത്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാനിക്കകത്തോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഇതാണെങ്കിൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് വേണം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബോളി എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നോക്കിയിട്ടുള്ളവരന്ന് നിങ്ങൾ ഇന്ന് എന്തുവാ പറയുന്നത്?